ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനും ശാലിനി. അല്ല, എന്താന്ന് വെച്ചാലേ ഈ പാല് കാഴ്ച കഴിഞ്ഞാൽ ആ വീട്ടിൽ തന്നെ അന്തി ഉറങ്ങണം എന്നുള്ളൊരു ശാസ്ത്രം ഉണ്ടല്ലോ. അപ്പൊ ആ ശാസ്ത്രം ഞങ്ങളായിട്ട് തെറ്റിക്കുന്നില്ല. അത് പൊക്കി പിടിച്ച് ഓർത്ത് നടക്കുന്നുണ്ട്. ഇനി ആരെ പുറത്ത് കുതിര കയറണമെന്ന് പറഞ്ഞു അവനെ, ആ വിഷ്ണു. എടി അവന്റെ കയ്യിൽ എങ്ങനെ ഇയാളെ കെട്ടിയാൽ എടി വട്ടയിലും കൊട്ടയിലും എടുക്കാൻ പറ്റാത്ത വിധം ഇയാളെ വഴിച്ചു കോരേണ്ടി വരും. എടി ഇയാൾക്ക് അത് അറിയാവുന്നതാണേ. അവന്റെ നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട് അവന്. രോഹിത്തെ വാടാ. ഇനിയിപ്പം ഈ പണ്ടാറക്കാലം ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇവനെ പുകച്ച് പുറത്തേക്ക് അടിച്ചില്ലെങ്കിൽ ഇവന് സംരക്ഷണം ഞാനാ കൊടുത്തതെന്ന് പറഞ്ഞ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എനിക്കെതിരെ അന്വേഷണം വരുമ്പോളെ പിന്നെ അതെന്റെ ജോലി തന്നെ ബാധിക്കും. ഞാനിപ്പോ എന്താ ചെയ്യണ്ട? എനിക്ക് ആകം ഒറ്റേനെ പിഴിക്കാൻ വാരിക്കുഴി തന്നെയാ ബെസ്റ്റ്. ഇനി ഒന്നും നോക്കണ്ട, അതൊരെണ്ണം അങ്ങ് പണിയുക. എന്നിട്ട് വലിച്ചു കയറ്റാനുള്ള വടം പോലീസിനങ്ങ് ഇട്ടുകൊടുക്ക്. അല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറെ മാർഗമൊന്നും കാണുന്നില്ല. ഇവനെ കൊല്ലാൻ വേണ്ടിട്ടല്ലേ നീയൊക്കെ കൂടി കഷ്ടപ്പെടുന്നേ? കൊല്ലേ, കൊന്നു കാണിക്കടി. നിന്റെയൊക്കെ കാൽ ചുവട്ടിലേക്കാ ഞാൻ ഇവനെ കൊണ്ടുവന്നിട്ടിരിക്കുന്നേ. കൊല്ലേ, നീ കൈ പൊങ്ങുന്നില്ലേ? അതോ റിവോൾവർ കൈ കരുതാതെയാണോ നാട് മുഴുവൻ ശത്രുക്കളുള്ള അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഈ ഇരിപ്പ്? ഓഫീസിൽ വന്ന് പോകർത്തരം കാണിച്ചോണ്ടല്ലോ. ചന്ദ്രബോസിന് ഇവനെ തീർക്കാനാണെങ്കിലേ ഇന്നിവനെ അടക്കം ചെയ്തെടുത്തേ ബലിക്കറിയും ചെറുകുളിയും തുളസിക്കെതിരൊക്കെ ആർത്ത് പിടിച്ചേക്കടാ, ഒഴിവാക്കി വിട്ടതാടാ. പക്ഷെ ഇപ്പൊ ഇവന്റെ നേരെയുള്ള നിന്റെ ചിറ്റപ്പന്റെ അഴിഞ്ഞാട്ടം ഉണ്ടല്ലോ, ഇതിൽ എനിക്കും ഇവക്ക് യാതൊരു പങ്കുമില്ല. എടാ, ഇത് നിങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. അതിന് ഞങ്ങളെന്തോ മറുപടി പറയാനാ? അച്ഛന്റെ അനിയന്റെ സ്വത്ത് നിന്റെ അനിയന്റെ കയ്യിലിരിക്കുന്നു. അതിനുവേണ്ടി കൊച്ചച്ഛൻ അരയും തലയും മുറുക്കി തോക്കും കൊണ്ട് നടക്കുന്നു. ഞങ്ങള് വെറും കാഴ്ചക്കാരാ. ആരെങ്കിലും ചത്തു വീണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മാത്രം ബാധ്യതപ്പെട്ടവരാ. ഇതിനെല്ലാത്തിനും പിന്നിൽ നിന്റെ ഇയാളുടെയും ബുദ്ധിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ബുദ്ധിയില്ലാത്ത ഉപേന്ദ്രനെ ആയുധം കൊടുത്ത് കളത്തിലേക്ക് ഇറക്കി വിട്ടിട്ട് ആട്ടം കാണാൻ തയ്യാറായിട്ട് നിൽക്കുവാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇനി നിന്റെയൊക്കെ ദൃഷ്ടി ഇവന്റെ മേലെങ്ങാനും പതിഞ്ഞ രണ്ടിന്റെ കുടുംബം ഞാൻ കോഞ്ഞാട്ടാക്കി കളയും. കേറി, അതിനെനിക്കൊരു വാടക ഗുണ്ടയുടെ ആവശ്യം വരില്ല. നേരിട്ട് വന്ന് ചെയ്യും, ചെയ്തിട്ടുമുണ്ട് പലവട്ടം. ഇനി അടിയിടിയായിട്ടാണ് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നതെങ്കിലേ കുറെ നാളുകൾക്ക് മുമ്പുള്ള ചരിത്രം ഒരൊറ്റയാം പോരാട്ടത്തിന്റെ പ്രധാന ഭാഗങ്ങളെങ്കിലും ഇടയ്ക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. വിഷ്ണു ആരാണെന്നും എന്താണെന്നും മനസ്സിലാക്കാൻ വേണ്ടി മാത്രം രണ്ടുപേരും ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിക്കോ. കൊല്ലാനും കൊന്നു കൊല വിളിക്കാനും വിഷ്ണു ഒട്ടും പുറകോട്ടല്ലെന്ന് അറിയാലോ. ഇതൊരു വാണിങ്ങ. കലാശക്കൊട്ടിന് മുമ്പേ ഉള്ള ഒരു ചിഹ്ന അറിയിപ്പ്. നീയൊക്കെ ഇതിൽ നിർത്താൻ ഭാവമില്ലെങ്കിൽ പിന്നെ എന്ത് വേണമെന്ന് ഞാൻ ചിന്തിച്ചോളാം. കേട്ടാ? ഇത് നിന്റെ വീട്ടിലെ പ്രശ്ന.
നീയും നിന്റെ അച്ഛന്റെ അനിയനും തമ്മി പറഞ്ഞു തീർക്കേണ്ട പ്രശ്നം. അതിൽ ഞങ്ങളെ വലിച്ചഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞോണ്ട് രണ്ടുപേരും പരിശുദ്ധ പുണ്യാളന്മാരെ ആവണ്ട. എന്റെ അച്ഛന്റെ അനിയനെ ഇതിലേക്ക് വലിച്ചഴിച്ച് എന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയത് നിങ്ങൾ രണ്ടുപേരും കൂടിയാ. അതിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ലടി. പിന്നെ എന്തായാലും വന്ന സ്ഥിതിക്ക് ആ സന്തോഷ വാർത്തയോട് ഞാനങ്ങ് അറിയിക്കാം. എന്തായാലും വീടിന്റെ പേരിൽ തുടങ്ങിയ യുദ്ധമാണല്ലോ, ഇനി ഇതങ്ങ് കൊഴുക്കണം. അതിനെ ഞങ്ങൾ കുടുംബസമേത ആ വീട്ടിൽ താമസം തുടങ്ങാൻ പോവാ. നിനക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാ ചെയ്ത് കാണിക്കണി. പൊന്നം രോഹിതേ, വാടാ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ചിറ്റപ്പൻ എന്താ മിണ്ടായിരുന്നേ? എന്താ നാവങ്ങ് ഇറങ്ങിപ്പോയോ? അതും വലിയ അസിസ്റ്റന്റ് കമ്മീഷണറാണെന്ന് പറഞ്ഞ് നടക്കുന്നു. മോളെ ശ്യാമയ്ക്ക് എങ്ങനെയുണ്ട്? നല്ല പേടിയാ. ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടി. അത് പിന്നെ ഉണ്ടാവാതിരിക്കുവോ? കൊല്ലൂന്നും പറഞ്ഞ് തോക്കും കൊണ്ട് നടക്കുകയല്ലേ അവർക്ക് പിന്നാലെ. ചില സിനിമകളിലൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുള്ളൂ. രണ്ടാമതും രോഹിത്തിനെതിരെ വധശ്രമം ഉണ്ടായതുകൊണ്ടാ അവൾക്ക് ഇത്രയും പേടിയുണ്ടായത്. അല്ല, ഇനിയിപ്പോ പേടിക്കാനൊന്നുമില്ല. ഇനിയിപ്പോ ഉടനെയൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം വന്നവര് നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. പിന്നെ ആ ഉപേന്ദ്രനെ നിയന്ത്രിക്കുന്ന 2 വിഷസർപ്പങ്ങളെ ഞങ്ങൾ പോയിട്ട് കാണുകയും ചെയ്തു. അതുകൊണ്ട് ഉടനെ എന്തായാലും ഒരു ശ്രമം അവരെ ഭാഗത്തുനിന്നുണ്ടാവില്ല. എന്നാ നിങ്ങൾ അകത്തേക്ക് വാ, ഞാൻ എല്ലാവർക്കും ചായ എടുക്കാം. അല്ല, അതൊക്കെ കഴിക്കാം. അത് ശാരദമ്മ, അത് ഒരു കാര്യം പറയണ്ടായിരുന്നു. എന്താന്ന് വെച്ചാലേ, ഞങ്ങളിന്ന് കിടക്കുന്നത് ഞങ്ങളുടെ പുതിയ വാടക വീട്ടിലാ. ഞങ്ങളെന്ന് പറഞ്ഞാ ഞങ്ങളെന്ന് പറഞ്ഞ ഞാനും ശാലിനി. ആ അല്ല, എന്താന്ന് വെച്ചാലേ, ഈ പാല് കാച്ചി കഴിഞ്ഞാൽ ആ വീട്ടിൽ തന്നെ അന്തിയുറങ്ങണം എന്നുള്ളൊരു ശാസ്ത്രം ഉണ്ടല്ലോ. അപ്പൊ ആ ശാസ്ത്രം ഞങ്ങളായിട്ട് തെറ്റിക്കുന്നില്ല.